1985 ഒരു രാത്രിയിൽ മഡൈറ ദ്വീപിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടി. ജീവിതത്തിൻ്റെ കടുത്ത പോരാട്ടങ്ങൾക്കിടയിലും ഒരേ ഒരു സ്വപ്നം മാത്രം പിന്തുടർന്ന് അവൻ വളർന്നു. അസാധാരണ വേഗതയും അത്ഭുതകരമായ മെയ്ക്കരുത്തും കഠിനാധ്വാനവും കൊണ്ട് ഫുട്ബോൾ ലോകത്തെ കീഴടക്കിയ രാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അച്ഛൻ ഡെനീസ് അവേറോ ഒരു സാധാരണ തൊഴിലാളിയും ഒരു സാധാരണ ഫുട്ബോൾ ക്ലബിൻ്റെ കിറ്റ്മാനുമായിരുന്നു. പാചകക്കാരിയായ അമ്മ. വീട്ടിൽ ഭക്ഷണം പോലും പലപ്പോഴും ഭാഗ്യം പോലെ ലഭിച്ചിരുന്ന കാലം. കളിപ്പാട്ടങ്ങൾ വെറും സ്വപ്നമായിരുന്നു അവന്. കളിപ്പാട്ടങ്ങൾക്ക് പകരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു പന്ത് മാത്രം. അതായിരുന്നു അവൻ്റെ സ്വപ്നം, അതായിരുന്നു അവൻ്റെ ലോകം. അന്ന് ആരും കരുതിയിരുന്നില്ല ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ആ കുട്ടി ഒരു ദിവസം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാകുമെന്ന്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ക്ലബിൽ അവൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഓരോ കളിയും ഓരോ ഗോളും അവനൊരു സാധാരണക്കാരനല്ലെന്ന് തെളിയിച്ചു കൊണ്ടേയിരുന്നു. മദേറയിലെ ഒരു ചെറുപ്പക്കാരനായി തുടങ്ങി തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന ലിസ്ബൺ സ്പോർട്ടിംഗ് അക്കാദമിയിലെത്തിയപ്പോൾ അവൻ്റെ ജീവിതം പൂർണ്ണമായും മാറി തുടങ്ങിയിരുന്നു. പക്ഷേ വിധി അവനെ വീണ്ടും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. 15കാരനായ അവൻ്റെ ഹൃദയത്തിൽ ജീവൻ മുഴുവൻ കവർന്നെടുക്കാവുന്ന ഒരു ഭീഷണി, ടാക്കികാർഡിയ. പെട്ടെന്ന് ഹൃദയം അപകടകരമായ വേഗതയിൽ ഇടിക്കുന്ന അവസ്ഥ. സ്പോർട്ടിംഗ് ലിസ്ബണിലെ മെഡിക്കൽ ടീം ഉടൻ തന്നെ അപകടം തിരിച്ചറിഞ്ഞു. ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഒരേ ഒരു മാർഗം, ലേസർ സർജറി. എന്നാൽ റൊണാൾഡോയുടെ കുടുംബം അത്ര സമ്പന്നമായിരുന്നില്ല. ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുടുംബത്തിൻ്റെ ത്യാഗവും സ്പോർട്ടിംഗ് ക്ലബിൻ്റെ കരുതലും ചേർന്നപ്പോൾ റൊണാൾഡോയ്ക്ക് വേണ്ട ചികിത്സ ലഭിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കളത്തിലേക്ക് തിരിച്ചെത്തി. 2002 17-ാം വയസ്സിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ ടീമിനായി ഇറങ്ങിയപ്പോൾ മൈതാനത്തവൻ വിസ്മയം തീർത്തു. അങ്ങനെ ആദ്യമായി ലോകം അവനെ ശ്രദ്ധിച്ചു തുടങ്ങി. വർഷം 2003. ഒരു സാധാരണ മത്സരം, സ്പോർട്ടിംഗ് ലിസ്ബണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ. സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ വലതു വിങ്ങിലൂടെ പാഞ്ഞത് വെറും 18കാരനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ കാലുകൾക്ക് കീഴിൽ പന്ത് പായുന്നത് വെടിയുണ്ട പോലെ. അവൻ്റെ ഡ്രിബ്ലിംഗ് സ്കിൽ യുണൈറ്റഡിൻ്റെ പ്രതിരോധം ഒന്നൊന്നായി തകർത്തു. ഗാലറിയിലിരുന്ന് ഒരാൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അലക്സ് ഫെർഗുസൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച്. അയാൾ അവൻ്റെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടു. മത്സരം കഴിഞ്ഞപ്പോൾ ഫെർഗുസൺ ഒട്ടും തന്നെ സമയം കളയാതെ അവനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആ സമയത്ത് ഒരു താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വില. പക്ഷേ ഫെർഗുസൻ്റെ ഉള്ളിൽ അതൊരു വ്യാപാരം മാത്രമായിരുന്നില്ല, അതൊരു നിക്ഷേപം കൂടിയായിരുന്നു. ഓൾഡ് ടഫോർഡിൽ അവന് കിട്ടിയത് ജേഴ്സി നമ്പർ 7. ജോർജ് ബെസ്റ്റ്, കാന്റോണ, ഡേവിഡ് ബെക്കാം ഇതിഹാസങ്ങളുടെ നമ്പരായിരുന്നു അത്. ആ വർഷം തന്നെ പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിൻ്റെ ജേഴ്സി അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് വെറും അഭിമാനത്തിൻ്റെ കണ്ണീർ മാത്രമല്ല, ഒരു ചെറുദ്വീപിലെ ബാല്യത്തിൽ നിന്നാരംഭിച്ച് വിശപ്പിനെയും ദാരിദ്ര്യത്തെയും മറികടന്ന് ദിവസങ്ങളോളം നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അത്. പ്രീമിയർ ലീഗിൻ്റെ വേദികളിലും ചാമ്പ്യൻസ് ലീഗിൻ്റെ രാത്രികളിലും അവൻ്റെ പേര് മുഴങ്ങിത്തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. 5 ബാലൻ ദിയോർ, 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 900-ലധികം ഗോളുകൾ, അങ്ങനെ അനവധി റെക്കോർഡുകൾ. 2016 പോർച്ചുഗലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി യൂറോ കപ്പ് അവൻ സ്വന്തമാക്കിയപ്പോൾ അവൻ്റെ കണ്ണീർ മുഴുവൻ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങളെ പ്രതിഫലിപ്പിച്ചു. കാലം മുന്നേറി, 40 വർഷങ്ങൾ പിന്നിട്ടു. പലർക്കും അത് വിരമിച്ച ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന പ്രായം. പക്ഷേ റൊണാൾഡോയ്ക്ക് അതൊരു പുതിയ വേദി മാത്രമായിരുന്നു. 2025 നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിനെതിരെ പിച്ചിലിറങ്ങിയപ്പോൾ അവൻ്റെ കാലുകൾക്ക് മുമ്പത്തേതിനേക്കാൾ ഊർജം കൂടുതലായിരുന്നു. 60-ാം മിനിറ്റിൽ നേടിയ ആ ഗോളോടെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ മനുഷ്യനായി. പിന്നീട് പോർച്ചുഗൽ
കിരീടം പിടിച്ചുയർത്തുമ്പോൾ ട്രോഫിയുടെ പ്രകാശത്തിൽ പ്രതിഫലിച്ചത് ഒരാളുടെ മുഖം മാത്രമായിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ അഭിമാനവും ഒരു ജീവിതത്തിൻ്റെ പോരാട്ടവുമായിരുന്നു. വീഴ്ചകളും പരാജയങ്ങളും പലപ്പോഴും ഉണ്ടായപ്പോഴും മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. കഠിനമായ പരിശീലനവും നിഷ്ഠയാർന്ന ഡയറ്റും കൊണ്ട 40-ാം വയസ്സിലും 20-കാരൻ്റെ ശരീരഘടനയോടുകൂടി അവൻ ലോകത്തെ വിസ്മയിപ്പിച്ചു. കാലം കടന്നു പോയപ്പോൾ അവൻ ആ ദ്വീപിൻ്റെ അഭിമാനമായി മാറി. ഇന്ന് ആ ദ്വീപിൽ നിന്ന് ഉയർന്ന മഹാനായ ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ ആദരമായി മഡേറ അന്താരാഷ്ട്ര വിമാനത്താവളം അറിയപ്പെടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരിലാണ്. വർഷങ്ങൾ കടന്നു പോകും, പുതിയ താരങ്ങൾ ജന്മമെടുക്കും, പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് ഫുട്ബോളിൻ്റെ ഹൃദയമിടിപ്പിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും.